ഹായ് ഹലോ ഓൾ ഓഫ് യു വെൽക്കം ബാക്ക്. സോ കുറേ നാളായി നമ്മൾ കണ്ടിട്ട്. സോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പ്ലാൻ കിങ്ഡം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററുമായിട്ടാണ്. ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുമ്പം നമ്മുടെ +2 കുട്ടികൾക്ക് ബോർഡ് എക്സാമിനേഷനും നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും അതുപോലെ KTET HSA നാച്ചുറൽ സയൻസ് ഈ ഒക്കെ എക്സാമുകൾക്കും പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണിത്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുണ്ട്. സോ ഇന്ന് നമ്മൾ ഈ ഒരു ചാപ്റ്റർ 15 മിനിറ്റ്സിൽ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. ദ പ്ലാൻ കിങ്ഡം എന്ന് പറയുന്നത്. സോ പ്ലാൻ കിങ്ഡം എന്ന് പറയുമ്പോൾ നമുക്കറിയാം വിറ്റാക്കറിന്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അത് പ്രകാരമായിട്ട് എത്ര കിങ്ഡംസ് ഉണ്ട്, അതിൽ ഏതൊക്കെയാണ് അതിന്റെ നെയിംസ് വരുന്നത്? കിങ്ഡം മുനീറ, എൻ്റെ കൂടെ റിപ്പീറ്റ് ചെയ്യുക നിങ്ങൾ മനസ്സിൽ. കിങ്ഡം മുനീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റേ ആൻഡ് അനിമാലിയ. ഇതാണ് മെയിൻ ആയിട്ട് വരുന്ന 5 കിങ്ഡം എന്ന് പറയുന്നത് മക്കളെ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കിങ്ഡം ആണ് കിങ്ഡം പ്ലാന്റ് എന്ന് പറയുന്നത്. അതിന്റെ പേര് പോലെ തന്നെ ഇറ്റ് ഇൻക്ലൂഡ് പ്ലാന്റ്സ് ആർ ദ മെയിൻ മെമ്പേഴ്സ് ഓഫ് ദിസ് കിങ്ഡം. സോ പ്ലാന്റ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം മൾട്ടി സെല്ലുലാർ ആണ്. ബിക്കോസ് അവരുടെ ബോഡി നിർമ്മിച്ചിട്ടുള്ളത് ഒന്നിലധികം സെല്ല് കൊണ്ടാണ്. പിന്നെ അവർ യൂക്കാരിയോട്ടിക് ആണ്, വിച്ച് മീൻസ് അവർക്ക് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസും കാര്യങ്ങളും ഉണ്ട്. പിന്നെ അവർ ഫോട്ടോസിന്തറ്റിക് ആണ്. അത് അർത്ഥമാക്കുന്നത് എന്താണെന്ന് വെക്കുകയാണെങ്കിൽ അവരുടെ ബോഡിയിൽ തന്നെ ക്ലോറോഫിൽ പിഗ്മെന്റ് ഉള്ളതുകൊണ്ട് അവർക്ക് സൺലൈറ്റിനെ ആഗിരണം ചെയ്ത് എന്ത് പ്രിപ്പയർ ചെയ്യാൻ പറ്റും? ഫുഡ് മെറ്റീരിയൽ, ഗ്ലൂക്കോസ് മെറ്റീരിയൽ അവരുടെ ബോഡിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും, ലീഫിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. സോ ദേ ആർ ഫോട്ടോസിന്തറ്റിക്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ക്ലോറോഫിലിന്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. മെയിൻലി ഉള്ള പിഗ്മെന്റ്സ് എന്ന് പറയുന്നത് ക്ലോറോഫിൽ എ ഉണ്ട്, ക്ലോറോഫിൽ ബി ഉണ്ട്, അതുകൂടാണ്ട് സാന്തോഫിൽ, കെരോട്ടിൻ, ഓക്കെ, ആന്തോസയാനിൻ, ഇങ്ങനെയുള്ള മറ്റു പിഗ്മെന്റ്സും ഉണ്ട്. അതുപോലെ പ്ലാന്റ്സിന്റെ ബോഡി എന്ന് പറയുന്നത് അവരുടെ സെൽ വോൾ എന്ന് പറയുന്നത് സെല്ലുലോസ് എന്ന് പറയുന്ന സ്ട്രക്ചർ കൊണ്ട്, റിജിഡ് ആയിട്ടുള്ള സെല്ലുലോസ് എന്ന് പറയുന്ന സ്ട്രക്ചർ കൊണ്ടാണ് മേക്ക് ചെയ്തിട്ടുള്ളത്. പ്ലാന്റ് ബോഡിയിൽ അവർ ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് സ്റ്റാർച്ചിന്റെ രൂപത്തിലാണ്. അതുപോലെ എഗെയിൻ നമ്മളൊരു ക്ലാസിഫിക്കേഷനെ കുറിച്ച് നിങ്ങളുടെ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ സിസ്റ്റം, നാച്ചുറൽ സിസ്റ്റം, ഫൈലോജനറ്റിക് സിസ്റ്റം, ഇങ്ങനെ 3 സിസ്റ്റമാണ് പറയുന്നത്. ആർട്ടിഫിഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് ഏറ്റവും ഏൻഷ്യന്റ് ആയിട്ടുള്ള, ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. നാച്ചുറൽ സിസ്റ്റം എന്ന് പറയുന്നത് അവിടെ നമ്മൾ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് ആണ് കൂടുതലായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ അനാട്ടമിക്കൽ ഫീച്ചേഴ്സ്, മോർഫോളജി എന്ന് പറയുകയാണെങ്കിൽ മക്കളെ പുറമേ കാണുന്ന ബാഹ്യഘടന എന്ന് പറയുന്നത് ഫിസിക്കൽ ഫീച്ചേഴ്സ് ആണ് മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സിൽ വരിക. അനാട്ടമിയിൽ ദ ഇന്റേണൽ സ്ട്രക്ചേഴ്സ് ഓർ ദ ആന്തരഘടന എന്ന് പറയും. ഓക്കെ, ആർട്ടിഫിഷ്യൽ സിസ്റ്റത്തിൽ നമ്മൾ മോർഫോളജി മാത്രമായിരുന്നു കൺസിഡർ ചെയ്തത്. മോർഫോളജി മാത്രമാണ് ആർട്ടിഫിഷ്യലിൽ കൺസിഡർ ചെയ്തെങ്കിൽ നാച്ചുറലിലേക്ക് വരുമ്പം മോർഫോളജിയും അനാട്ടമിയും കൺസിഡർ ചെയ്തു. ഫൈലോജനറ്റിക് എന്ന് പറയുമ്പോഴോ എവല്യൂഷണറി റിലേഷൻഷിപ്പ് ആണ് വരുന്നത്. അതായത് നമ്മൾ പാരമ്പര്യപരമായിട്ട് എവല്യൂഷൻ സംഭവിച്ചു വരുന്നില്ലേ, അതാണ്. സോ ഈ ഫൈലോജനറ്റിക് സിസ്റ്റം ആണ് ഇപ്പോൾ ഏറ്റവും നിലവിലുള്ളതും പ്രചാരത്തിലുള്ളതുമായിട്ടുള്ള സിസ്റ്റം പ്ലാന്റ് ക്ലാസിഫിക്കേഷന്റെ കേസിൽ ഓർത്തിരിക്കുക. ഇനി പ്ലാന്റിനെ നമുക്ക് പലതരത്തിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഈ പ്ലാന്റ് കിങ്ഡത്തിനെ തന്നെ അതിൻ്റെ കുറച്ച് ക്രൈറ്റീരിയാസ് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് താലസ് ഓർഗനൈസേഷൻ. താലസ് എന്ന് പറയുമ്പോൾ അവരുടെ ശരീരഘടന, അത് ബോഡി ഓർഗനൈസേഷൻ എങ്ങനെയാണെന്നാണ് പറയുക. മിക്ക പ്ലാന്റ്സും അവരുടെ ബോഡി ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഡിഫറൻഷിയേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിനൊരു റൂട്ട്, സ്റ്റെമ്മ്, ലീഫ് എന്നിങ്ങനെയുള്ള സ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ട്രക്ചറുകൾ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ബോഡി എന്നാണ് പറയുക. പക്ഷേ താലസ് ഓർഗനൈസേഷൻ നമ്മൾ ഇവിടെ പറയുമ്പം ലോവർ പ്ലാന്റ്സ് ഒക്കെ മേ ബി താലോയിഡ് ആയിരിക്കും. നമ്മുടെ ആൽഗയൊക്കെ താലോയിഡ് ആണ്. അവരുടെ ബോഡി ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടില്ല. അവർക്കൊരു റൂട്ട് ഇല്ല, സ്റ്റെം ഇല്ല, ലീഫ് ഇല്ല, അങ്ങനെ ഒന്നുമില്ല. നമ്മൾ നോക്കുകയാണെങ്കിൽ ചുമ്മാ ഒരു പച്ച കളർ പൊന്തി കിടക്കുന്നു വെള്ളത്തിൽ, അത്രേ കാണാൻ പറ്റത്തുള്ളൂ അല്ലേ. സോ അതാണ് താലസ് ഓർഗനൈസേഷൻ, അവരുടെ ശരീരഘടന. പിന്നെ വെസ്കുലാർ ടിഷ്യൂ മക്കളെ നിങ്ങൾക്ക് അറിയാം, ദ സൈലം ആൻഡ് ദ ഫ്ലോയം. ഓക്കെ, സോ വെസ്കുലാർ ടിഷ്യൂ എന്ന് പറയുമ്പോൾ തന്നെ സൈലം വാട്ടർ കണ്ടക്ഷനും ഫ്ലോയം എന്ന് പറയുന്നത് ഫുഡിന്റെ കണ്ടക്ഷനും വേണ്ടിയിട്ടുള്ളതാണ്. അത് പ്ലാന്റ്സിലുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ അവരെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ സീഡ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? സീഡ് ഫോം ചെയ്യുക, ചില പ്ലാന്റ്സ് സീഡ് കാണിക്കുന്നുണ്ട് അവരുടെ ബോഡിയിൽ, ചിലർക്ക് സീഡ് ഇല്ല. സോ സീഡ് ഉള്ളവരെ നമ്മൾ ഫെനറോഗ്യാമസ് എന്ന് വിളിക്കുന്നു, സീഡ് ഇല്ലാത്തവരെ, സീഡ് ആബ്സെന്റ് ആയിട്ടുള്ളവരെ ക്രിപ്റ്റോഗ്യാമസ് എന്നും വിളിക്കുന്നു. യു ഷുഡ് റിമെമ്പർ ദിസ്. ഇനി സീഡ് കവറിങ്ങിന്റെ ബേസിസിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അതായത് നേക്കഡ് ആയിട്ടുള്ളത്, അതായത് ഇവരുടെ സീഡ് നമുക്ക് നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റും. സീഡ് എന്ന് പറയുന്നത് ഫ്രൂട്ട് വാളിനാൽ എൻക്ലോസ് ചെയ്യപ്പെട്ടിട്ടില്ലാത്തവരാണ് ജിംനോസ്പെർമ്സ്. അതൊരു ക്ലാസിഫിക്കേഷൻ ആണ്. അതുപോലെ തന്നെ ഫ്രൂട്ട് വാളിനാൽ സീഡ് എൻക്ലോസ് ചെയ്തിട്ടുള്ളവരുണ്ട്, അവരെ നമുക്ക് ആൻജിയോസ്പെർമ്സ് എന്ന് വിളിക്കാം. സോ സീഡിന്റെ ബേസിസിലും നമ്മൾ ഇവരെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ പഠിക്കേണ്ടത് പ്ലാന്റ് കിങ്ഡത്തെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. അത് ക്രിപ്റ്റോഗ്യാമസ് എന്നും പറയും, ഫെനോറോഗ്യാമസ് എന്നും പറയും. ക്രിപ്റ്റോഗ്യാമസ് എന്ന് പറയുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ഇവരെങ്ങനെയാണ്, ഇവിടെ എങ്ങനെയാണ് സീഡ് ഫോർമേഷൻ ഉണ്ടോ? സീഡ് ഫോർമേഷൻ ഇവിടെ ആബ്സെന്റ് ആണ്. ഓക്കെ, സീഡ് ഫോർമേഷൻ ആബ്സെന്റ് ആണ്. ഫെനോറോഗ്യാമസിലോ സീഡ് ഫോർമേഷൻ എന്ന് പറയുന്നത് പ്രസന്റ് ആണ്. സീഡ് ഫോർമേഷൻ
പ്രസന്റ് ആണ്. യു ഷുഡ് റിമെമ്പർ ദിസ് മക്കളെ. ഇത് വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. യെസ്, അപ്പൊ നമുക്ക് നോക്കാം ക്രിപ്റ്റോഗ്യാമസിൽ ആരൊക്കെയാണ് വരിക. ക്രിപ്റ്റോഗ്യാമസിൽ മെയിൻ ആയിട്ട് വരുന്നത് ആരൊക്കെയാന്ന് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കും. ആൽഗെ വരുന്നുണ്ട്. ആൽഗയാണ് മെയിൻ ആയിട്ട് വരിക. പിന്നെ വരുന്നത് നമ്മുടെ ബ്രയോഫൈറ്റ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഇവരിൽ വരുന്നുണ്ട്. പിന്നെ വരുന്നത് നമ്മുടെ ടെറിഡോഫൈറ്റ്സ്. ടെറിഡോഫൈറ്റ്സ് ഈ 3 പേരാണ് എവിടെ വരുന്നത് മക്കളെ, ക്രിപ്റ്റോഗ്യാമസ് എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷന്റെ കീഴിൽ വരിക. അപ്പൊ ഫെനോറോഗ്യാമസ് ആരൊക്കെയായിരിക്കും, അവരിൽ വരുന്നതാണ് നമ്മുടെ ജിംനോസ്പേംസ്. ജിംനോസ്പേംസ് ഫെനോറോഗ്യാമസിന്റെ കൂട്ടത്തിലാണ് വരിക. അതുപോലെ നമ്മുടെ ആൻജിയോസ്പേംസും. ആൻജിയോസ്പേംസും. സോ മക്കളെ ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ആൽഗയെ കുറിച്ചിട്ടാണ്. ആൽഗെ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ആൽഗെ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഗ്രീൻ കളറാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടി ഓടി വരിക അല്ലേ. യെസ്, ആൽഗെ എന്ന് പറയുമ്പോൾ അതിന്റെ ഹാബിറ്റാറ്റ് മോസ്റ്റ്ലി ഇവർ അക്വാട്ടിക് ആണ്, വെള്ളത്തിൽ കാണുന്നവരാണ്. ചിലവര് ഇവരിലുള്ളവർ എന്താണ്, കരയിലും കാണുന്നവരുണ്ട്. പിന്നെ സിംബയോട്ടിക് റിലേഷൻഷിപ്പിലുള്ളവരുണ്ട്. ചില ആൽഗെ എന്ന് പറയുന്നത് ഫംഗസുമായിട്ട് സിംബയോട്ടിക് എന്ന് പറയുകയാണെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ബന്ധത്തിലുള്ളവർ, ഓക്കെ, മ്യൂച്വലി ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലുള്ളവരാണ് സിംബയോട്ടിക് എന്ന് പറയുക. ഇവരുടെ പ്ലാന്റ് ബോഡി എന്ന് പറയുന്നത് താലോയിഡ് ആണ്. ടീച്ചർ ആദ്യം പറഞ്ഞതുപോലെ ഇവരുടെ ബോഡി റൂട്ട്, സ്റ്റെം, ലീഫ് അങ്ങനെയൊന്നും ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടില്ല. ഇവർ ഫുഡ് കഴിക്കുന്ന രീതി, ന്യൂട്രീഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ഫോട്ടോ ഓട്ടോട്രോഫിക് ആണ്. ഫോട്ടോ മീൻസ് എന്താ മക്കളെ, ലൈറ്റ് എന്നാണ് ഫോട്ടോ എന്ന് പറയുന്നത് അല്ലേ. സോ ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നവരാണ് ഇവരെന്ന് പറയുന്നത്. സോ ഫോട്ടോസിന്തറ്റിക് ആണ് ഇവരെന്ന് പറയുന്നത്. സെൽ വോൾ സെല്ലുലോസ് കൊണ്ടാണ് ഇവരുടെ നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പെക്റ്റിനും ആൽജിനും സംടൈംസ് ചില ആൽഗകളുടെ സെൽ വോളിൽ നമുക്ക് കാണാൻ കഴിയും. ഒരു റിപ്രൊഡക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ഫ്രാഗ്മെന്റേഷൻ ആണ്. മക്കളെ ഫ്രാഗ്മെന്റേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? സ്പൈറോഗൈറ എന്ന് പറയുന്ന ഒരു ആൽഗയുണ്ട്. സ്പൈറോഗൈറ, ഇത് വെച്ച് ടീച്ചർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സോ ഈ ആൽഗൽ ബോഡി ഇതാണെന്ന് നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യുക. ഇതാണ് സ്പൈറോഗൈറയുടെ ആൽഗൽ ബോഡി എന്ന് പറയുന്നത്. ഈ ആൽഗൽ ബോഡി എന്ത് ചെയ്യുന്ന അറിയാമോ? ഈ ആൽഗൽ ബോഡി ഡിഫറെന്റ് ഫ്രാഗ്മെന്റ്സ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യും. സോ ഇവിടെ നമ്മൾ ഈ ആൽഗൽ ബോഡീനെ ഡിഫറെന്റ് ഫ്രാഗ്മെന്റ്സ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്തേക്കാണ്. ഈ ഓരോ ഫ്രാഗ്മെന്റുകളും എന്താവും അറിയാമോ? ഡെവലപ്പ് ചെയ്ത് ഒരു കംപ്ലീറ്റ് ആൽഗയായിട്ട് മാറും. ഓക്കെ, ഈ ഓരോ ഫ്രാഗ്മെന്റുകളും ഡെവലപ്പ് ചെയ്ത് എന്ത് ചെയ്യും? ഒരു കംപ്ലീറ്റ് ആൽഗയായിട്ട് മാറും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുക. അവരുടെ ബോഡിയെ ഓരോരോ ഫ്രാഗ്മെന്റുകളായിട്ട് ഡിവൈഡ് ചെയ്യും. ആ ഈച്ച് ആൻഡ് എവറി ഫ്രാഗ്മെന്റ് വീണ്ടും ഡെവലപ്പ് ചെയ്ത് എന്തായിട്ട് മാറും? ദ കംപ്ലീറ്റ് ആൽഗെ ആയിട്ട് മാറും. കംപ്ലീറ്റ് ഇൻഡിവിജ്വൽ ആയിട്ട് ന്യൂ ഇൻഡിവിജ്വൽ ആയിട്ട് ഫോം ചെയ്യും. അതിനാണ് ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുക. സ്പൈറോഗൈറ വൺ ഓഫ് ദ മോസ്റ്റ് എക്സാമ്പിൾ ആണ്, ഇമ്പോർട്ടന്റ് എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഇവരെങ്ങനെയാണ് അസെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന് ഇവരൊരു സ്പോർ പ്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അതിനെ സൂസ്പോർ എന്ന് പറയും. സൂസ്പോർ എന്ന് പറയുമ്പോൾ ഇവർ മോട്ടൈൽ ആയിട്ടുള്ള മൂവ് ചെയ്യാൻ കഴിവുള്ള സ്പോറാണ് സൂസ്പോർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സെക്ഷൽ റീപ്രൊഡക്ഷൻ പറയുകയാണെങ്കിൽ ഐസോഗമി, അനൈസോഗമി, ഊഗമി എന്ന് നമ്മൾ 3 തരത്തിൽ പറയും. ഐസോഗമി എന്ന് പറയുകയാണെങ്കിൽ ഇവർ ഗ്യാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യാണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ നിങ്ങൾക്ക് അറിയാലോ, ഗ്യാമേറ്റ്സ് ആണ് ഇവർ മെയിൻ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഗ്യാമേറ്റ്സ് കാണാനായിട്ട് സിമിലിയർ ആണെങ്കിൽ, അതായത് കാണാനായിട്ട് ഒരേപോലെ ഇരിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് ഐസോഗമി എന്ന് വിളിക്കാം. എന്താ വിളിക്കാൻ പറ്റുക? ഐസോഗമി എന്ന് വിളിക്കാം. അപ്പൊ അനൈസോഗമി എന്തായിരിക്കും? നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, ഡിസിമിലർ ആയിരിക്കും. അപ്പൊ ഊഗമി എന്തായിരിക്കും മക്കളെ? ഊഗമി നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിന്റെ എക്സാമ്പിൾ എടുത്തിട്ട് ടീച്ചർ ഒന്ന് പറഞ്ഞു തരാം. ഹ്യൂമൻ ബീയിങ്സിന്റെ എഗ് എന്ന് പറയുന്നത് വലുതും നോൺ മോട്ടൈലും ആയിരിക്കും. എന്നാൽ സ്പേം എന്ന് പറയുന്നതോ വളരെ ചെറുതും അവരെങ്ങനെയായിരിക്കും? മോട്ടൈലും ആയിരിക്കും. മനസ്സിലായോ? സോ ഇവരെന്ന് പറയുന്നത് രണ്ടും തമ്മിൽ പരസ്പരം ഒരു ബന്ധമില്ലാത്തവരാണ്. മനസ്സിലായോ? ഇതിനെ നമ്മൾ ഊഗമി എന്ന് പറയുന്നത്. ഫീമെയിൽ ലാർജ് ആയിട്ടുള്ളതും നോൺ മോട്ടൈൽ ആയിട്ടുള്ളതിനെയാണ് നമ്മൾ ഊഗമി എന്ന് പറയുന്നത്. ഓർത്ത് വെച്ചോളാം. ഇനി ഇവരെങ്ങനെയാണ് ഫുഡ് സ്റ്റോർ ചെയ്യുക? സ്റ്റാർച്ചിന്റെ രൂപത്തിൽ, മറ്റുള്ള കാർബോഹൈഡ്രേറ്റിന്റെ രൂപത്തിൽ, അതായത് മാനിറ്റോള്, ലാമിനാരിൻ, ഫ്ലോറിഡിയൻ സ്റ്റാർച്ച്, ഈ രൂപത്തിലൊക്കെയാണ് ഇവർ ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുക. ഇനി ആൽഗെ 3 ടൈപ്പ് ഉണ്ട് മക്കളെ. അത് ക്ലോറോഫൈസിയ, ഫിയോഫൈസിയ, റോഡോഫൈസിയ, 3 തരത്തിലാണ്. ഞാനിവിടെ കളർ കൊടുത്തിട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. ക്ലോറോഫൈസി എന്ന് പറയുമ്പോൾ ഗ്രീൻ ആൽഗയാണ്. അവരിലുള്ള പിഗ്മെന്റ് എന്ന് പറയുന്നത് ക്ലോറോഫിൽ എ ആൻഡ് ബി ആണ്. ഇവരുടെ ഫുഡ് സ്റ്റോർ ചെയ്യുന്ന രീതി സ്റ്റാർച്ചിന്റെ രൂപത്തിലാണ്. ഇവരുടെ സെൽ വാൾ സെല്ലുലോസ് കൊണ്ടാണ്. ഇവർ മെയിൻലി ഫ്രഷ് വാട്ടറിലാണ് കാണപ്പെടുന്നത്. എക്സാമ്പിൾസ് ക്ലാമിഡോമോണാസ്, സ്പൈറോഗൈറ, വോൾവോക്സ്, യുലാത്രിക്സ്. ആൻഡ് റോഡോഫൈസി അല്ലെങ്കിൽ റെഡ് ആൽഗി എന്ന് പറയുന്നത് അവരുടെ ബോഡിയിൽ ക്ലോറോഫിൽ എയും ഡിയും ആണുള്ളത്. ആൻഡ് ഇവർക്ക് ആ റെഡ് കളർ കൊടുക്കുന്ന പിഗ്മെന്റ് എന്ന് പറയുന്നത് ഫൈക്കോ എറിത്രിൻ ആണ്. ഇവരുടെ ഫുഡ് മെറ്റീരിയൽ ഫ്ലോറിഡിയൻ സ്റ്റാർച്ചിന്റെ രൂപത്തിലാണ് സ്റ്റോർ ചെയ്യുന്നത്. സെല്ലുലോസും പെക്റ്റിനും ആണ് ഇവരുടെ സെൽ വാൾ കോമ്പോസിഷൻ എന്ന് പറയുന്നത്. മോസ്റ്റ്ലി ഇവർ മറൈൻ ആണ്. പോളിസിഫോണിയ, ജെലീഡിയം, ഗ്രാസിലേറിയ ഒക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. ഫിയോഫൈസിയുടെ കേസിലേക്ക് വരുമ്പോഴോ ബ്രൗൺ ആണ് ഇവരുടെ കളർ. ബ്രൗൺ ആൽഗി എന്നാണ് പേര് വരുന്നത്. ക്ലോറോഫിൽ എയും സിയും ഇവരുടെ ബോഡിയിലുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് ബ്രൗൺ കളർ കൊടുക്കുന്ന പിഗ്മെന്റിന്റെ പേര് ഫ്യൂക്കോസാന്തിൻ എന്നാണ്. മാനിറ്റോൾ, ലാമിനാരിൻ എന്നുള്ള രീതിയിലാണ് ഇവരുടെ ബോഡിയിൽ ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. സെല്ലുലോസും ആൽജിനും ആണ് ഇവരുടെ സെൽവാൾ കോമ്പോസിഷൻ എന്ന് പറയുന്നത്. ഇവരും മറൈൻ ആണ്, വെള്ളത്തിലാണ് കൂടുതലായിട്ടും കാണുക. എക്സാമ്പിൾ സർഗാസം, ലാമിനാരിയ, ഫ്യൂക്കസ് ഒക്കെ ഇവരുടെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ക്ലിയർ ആണല്ലോ? യെസ്. നെക്സ്റ്റ് ബ്രയോഫൈറ്റ് ആണ്. ഇവരും ക്രിപ്റ്റോഗ്യാമസിലാണ് വരുന്നത്.
ബ്രയോഫൈറ്റ് എന്ന് പറയുമ്പോൾ ഇവരെ നമുക്ക് ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്ന് പറയാൻ പറ്റും. ആംഫീബിയൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം, തവളയൊക്കെ ആംഫീബിയൻസിൽ വരുന്നതാണല്ലോ, നമ്മുടെ ഫ്രോഗ് ഒക്കെ ആംഫീബിയൻസിന്റെ ആനിമൽസിന്റെ എക്സാമ്പിൾ ആണ്. ഇവിടെ പ്ലാന്റ് കിങ്ഡത്തിലുണ്ട് ഒരു ആംഫീബിയൻസ്, ബിക്കോസ് ഈ ബ്രയോഫൈറ്റിന് മക്കളെ ഇവർക്ക് രണ്ടിലും ജീവിക്കാം, ഇവർക്ക് ലാൻഡിലും ജീവിക്കാം അതുപോലെ തന്നെ വാട്ടറിലും ജീവിക്കാം. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുക. ഇവർക്ക് ഇവരുടെ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് വാട്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഫെർട്ടിലൈസേഷൻ പ്രോസസ്സിന് വേണ്ടി വാട്ടർ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവരുടെ പ്ലാന്റ് ബോഡി ഇവരുടെയും തലോയിഡ് ആണ് ഓർ ലീഫി ആയിട്ടും കാണപ്പെടാറുണ്ട്. ട്രൂ റൂട്ട്, സ്റ്റെം, ലീഫ് ഒന്നും ഇവർക്കില്ല. ഇവരുടെ ബോഡിയിൽ റൂട്ടിന് പകരമുള്ള ഒരു സ്ട്രക്ചറാണ് റൈസോയിഡ് എന്ന് പറയുന്നത്. എന്താണത്? റൈസോയിഡ് എന്നാണ് അതിനെ പറയുക. റൈസോയിഡ് യൂണിസെല്ലുലാർ ഉണ്ട്, അതായത് ഒരു സെല്ല് കൊണ്ട് ഫോം ചെയ്ത റൈസോയിഡും ഉണ്ട്, ഒരുപാട് സെല്ല് കൊണ്ട് ഫോം ചെയ്ത മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള റൈസോയിഡും ഉണ്ട്. ഇവരുടെ ഡോമിനന്റ് ജനറേഷൻ എന്ന് പറയുന്നത് ഗ്യാമറ്റോഫൈറ്റിക് ആണ്. ഗ്യാമറ്റോഫൈറ്റിക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഗ്യാമറ്റോഫൈറ്റിക് എന്ന് പറയുമ്പോൾ എന്താ മക്കളെ, ഹാപ്ലോയിഡ് ഇൻ നേച്ചർ ആയിരിക്കും, വൺ സെറ്റ് ഓഫ് ക്രോമോസോം ആയിരിക്കും അവരുടെ ബോഡിയിലുള്ളത്. മനസ്സിലായോ? ഇനി സ്പോറോഫൈറ്റിക് കണ്ടീഷനും ഇവർ പ്രകടിപ്പിക്കാറുണ്ട്, പക്ഷേ അത് കംപ്ലീറ്റ്ലി ഗ്യാമറ്റോഫൈറ്റിക് സ്റ്റേജിനെ എന്ത് ചെയ്യുന്നു, ഡിപ്പെൻഡ് ചെയ്യുന്നു അവരുടെ ന്യൂട്രീഷന് വേണ്ടി. അതൊന്ന് ഓർത്തിരിക്കുക. ഇനി ഇവരുടെ റീപ്രൊഡക്ഷൻ മെത്തേഡ് പറയുകയാണെങ്കിൽ വെജിറ്റേറ്റീവ് ഉണ്ട്, സെക്ഷൽ ഉണ്ട്. വെജിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ഫ്രാഗ്മെന്റേഷൻ പ്രോസസ്സ് ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ ജെമ്മെ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ സ്ട്രക്ചർ ഉണ്ട്. നിങ്ങൾക്ക് അറിയാമോ മക്കളെ, ജെമ്മെ എന്ന് പറയുമ്പം ഇതുപോലെ ഇരിക്കും. ജെമ്മെ എന്ന് പറയുന്ന ഒരു കപ്പ് ലൈക്ക് സ്ട്രക്ചർ ആണ്, അതിനെ നമുക്ക് ജെമ്മെ കപ്പ് എന്ന് പറയും. ജെമ്മെ കപ്പ് എന്ന് പറയും. ഈ ജെമ്മെ കപ്പിന്റെ ഉള്ളിലുള്ള ഒരു സ്പെഷ്യൽ സ്ട്രക്ചർ ആണ് ജെമ്മെ എന്ന് പറയുന്നത്. ജെമ്മെ. ഓക്കെ. ഈ ജെമ്മെ എന്ത് ചെയ്യുന്ന അറിയാമോ, ഇവർ മെച്ചുർ ആയി കഴിയുമ്പോൾ ഈ പാരന്റ് ബോഡിയിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് ഇവർ സെപ്പറേറ്റ് ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് ഡെവലപ്പ് ചെയ്യും. സോ അതൊരു ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ് ബ്രയോഫൈറ്റിലുള്ളത്. സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഊഗ്യാമസ് ആണ്. ഫീമെയിൽ വലുതും നോൺ മോട്ടൈലും, മെയിൽ ചെറുതും മോട്ടൈലും ആയിരിക്കും. ഇവർക്ക് വാട്ടർ വേണം സ്പെർമിന്റെ മോട്ടിലിറ്റിക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഇവർ ആംഫിബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്ന് അറിയപ്പെടുന്നത്. ഇവരുടെ എംബ്രിയോ എന്ന് പറയുന്നത് മൾട്ടി സെല്ലുലാർ ആണ് മക്കളെ, ഒരുപാട് സെല്ല് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇവര് ഗ്യാമറ്റോഫൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകളാണ്. നെക്സ്റ്റ്, ഇതിൽ തന്നെ ഡിഫറെന്റ് ഗ്രൂപ്പ്സ് വരുന്നുണ്ട്. ലിവർ വേർട്ട് എന്ന് വരുന്നുണ്ട്, മോസസ് വരുന്നുണ്ട്. ലിവർ വേർട്ട് എന്ന് പറയുന്നത് താലോയിഡ് ആണ്. ഇവർ ഡൈക്കോട്ടമസ്ലി ബ്രാഞ്ച്ഡ് ആണ്. അതുപോലെ തന്നെ ഇവർ റിപ്രൊഡ്യൂസ് ചെയ്യുന്ന ജെമ്മെ കപ്പ് വഴിയാണ്. സോ മെയിൻലി ബ്രയോഫൈറ്റിൽ ജെമ്മെ കപ്പ് എവിടെയാണ് വരുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ വരുന്നത് ലിവർ വേർഡ്സിലാണ്. ഓക്കെ, മാർക്കാൻഷ്യ ഒരു എക്സാമ്പിൾ ആണ് ലിവർ വേർഡ്സിന്. ഇനി മോസസിന്റെ കാര്യം പറയുകയാണെങ്കിൽ രണ്ട് സ്റ്റേജസ് ആണ് മോസസിൽ വരുന്നത്. പ്രോട്ടോണിമ എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ട്, ലീഫി ഗ്യാമറ്റോഫൈറ്റിക് സ്റ്റേജ് ഉണ്ട്. പ്രോട്ടോണിമ എന്ന് പറയുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് ഇവര് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കുമ്പോൾ ഒരു ഫിലമെന്റ്, ഒരു ലീഫ് പോലെ ഇങ്ങനെ തന്നെ ഇതുപോലെ ഇങ്ങനെ 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 നിറയെ ഉള്ള സ്ട്രക്ചർ ആയിരിക്കും നമുക്ക് ആദ്യം കാണാൻ പറ്റുക. ഓക്കെ, അതിനാണ് നമ്മൾ പ്രോട്ടോണിമൽ സ്റ്റേജ് എന്ന് പറയുക. അത് കഴിഞ്ഞിട്ട് ഒരു ലീഫി ഗ്യാമറ്റോഫൈറ്റിക് കണ്ടീഷൻ ആയിട്ട് മാറും. ലീഫി ഗ്യാമറ്റോഫൈറ്റിക് കണ്ടീഷൻ ആയിട്ട് ഇത് ചേഞ്ച് ചെയ്യും. യെസ്, ഫ്യൂണേറിയം, പോളി, ട്രൈക്കോം, സ്പാഗനും ഒക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. ഇനി ഇവരുടെ ഇമ്പോർട്ടൻസ് പറയുകയാണെങ്കിൽ ഇവരാണ് ദ പൈനിയർ സ്പീഷീസ് ഓൺ റോക്ക് എന്ന് പറയുന്നത്. അതായത് സോയിൽ ഫോർമേഷന്റെ സമയത്ത് നമ്മുടെ പാറകളിൽ ഏറ്റവും ആദ്യം ഫോം ചെയ്യുന്ന സ്പീഷീസിനെയാണ് നമ്മൾ പൈനിയർ സ്പീഷീസ് എന്ന് പറയുക. അങ്ങനെ വരുന്നത് ഈ ബ്രയോഫൈറ്റ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് ഈ റോക്കൊക്കെ പതിയെ പതിയെ ഡിഗ്രേഡ് ചെയ്ത് അവരെ സോയിലായിട്ട് കൺവേർട്ട് ചെയ്ത് മാറ്റുന്നത്. പീറ്റ് മോസ് എന്ന് പറയുന്നത് സ്പാഗ്നോ ആണ്. അത് നമ്മൾ ഫ്യൂവലായിട്ടും സോയിൽ കണ്ടീഷണറൊക്കെ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. പിന്നെ റീറ്റെയിൻ മോയിസ്ചർ, ഇത് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് നമ്മൾ ഇവരെ ഹോർട്ടിക്കൾച്ചറിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ഓർത്തിരിക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ടെറിഡോഫൈറ്റ്സിനെ കുറിച്ചിട്ടാണ്. ടെറിഡോഫൈറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് വെസ്കുലർ പ്ലാന്റ്സ് എന്ന് അറിയപ്പെടുന്ന ടെറിഡോഫൈറ്റ് ആണ്. അതായത് സൈലോവും ഫ്ലോയും ഫസ്റ്റ് പ്രസന്റ് ആയിട്ടുള്ളത് നമ്മുടെ ടെറിഡോഫൈറ്റ്സിലാണ്. ഓക്കെ, ഇവരുടെ ബോഡിയിൽ ഡോമിനന്റ് ഫേസ് എന്ന് പറയുന്നത് സ്പോറോഫൈറ്റിക് ആണ്. അവർ ഇൻഡിപെൻഡന്റും ആണ്. ഇനി ഇവർക്ക് ട്രൂ റൂട്ടും സ്റ്റെമ്മും ലീവ്സും ഒക്കെ പ്രസന്റ് ആണ്. അതുപോലെ ഇവരുടെ ലീവ്സ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ് ഉള്ളത് മക്കളെ, മൈക്രോഫിൽ എന്നും മാക്രോഫിൽ എന്നും നമ്മൾ പറയും. മൈക്രോ എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി മീനിങ് അറിയാം. മൈക്രോ എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥം വരുന്നത്, സ്മോൾ എന്നാണ് അർത്ഥം വരിക. മാക്രോ എന്ന് പറയുമ്പോൾ വലുത്, ബിഗ് അല്ലെങ്കിൽ ലാർജ് എന്നാണ് അർത്ഥം വരിക. സോ മൈക്രോഫിൽ എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ ലീവ്സ് ആണ്, മാക്രോഫിൽ എന്ന് പറയുമ്പോൾ ലാർജ് ലീവ്സ് ഉള്ളവരും ഉണ്ട്. ഓക്കെ, ഇവരുടെ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് സ്പൊറാഞ്ചിയ വഴിയാണ് മക്കളെ. സ്പൊറാഞ്ചിയ എന്ന് പറയുന്നത് ഇവരുടെ ബോഡിയിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും, നമ്മളിങ്ങനെ പണ്ട് ടാറ്റു ഒക്കെ അടിക്കാൻ പണ്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഒരു ചെടിയുണ്ട്. അതായത് ആ ചെടി ഏകദേശം കാണാനായിട്ട് ഇങ്ങനെ ഇരിക്കും, ഇതുപോലെ ഇരിക്കും കാണാനായിട്ട്. എക്സാക്ട് ഇങ്ങനെ തന്നെയല്ല, പക്ഷേ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ വരച്ചത്. ഇങ്ങനെ ഇരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ കുത്തു കുത്തു സ്ട്രക്ചർ നമുക്ക് കാണാൻ പറ്റും. നമ്മളിങ്ങനെ കയ്യിൽ വെച്ച് പതിപ്പിക്കുമ്പോൾ വെള്ള കളറിൽ ടാറ്റു പോലെ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഇതാവും. പണ്ടൊക്കെ ഇത് ഒരുപാട് കാണാനുണ്ടായിരുന്നു, ഇപ്പം അങ്ങനെ അധികം ഇല്ല. ഓക്കെ, ഇത് ഫേൺസ് ആണ് കേട്ടോ. മെയിൻലി ടെറിഡോഫൈറ്റ്സിൽ വരുന്ന ഫേൺസ് ആണ് ഇത് മെയിൻലി വരുന്നത്. സോ ഈ യെല്ലോ കളർ സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നതെന്ന് അറിയാമോ, സ്പൊറാഞ്ചിയ എന്ന് വിളിക്കുന്നത്. ഈ യെല്ലോ കളർ സ്ട്രക്ചറിനെ നമുക്ക് സ്പൊറാഞ്ചിയ എന്ന് വിളിക്കാം. ഈ സ്പൊറാഞ്ചിയയുടെ ഉള്ളിലാണ് നമ്മൾ സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? സോ ഇവരുടെ റീപ്രൊഡക്ഷൻ ഈ സ്പോർസ് ത്രൂ ആണ്. ഓക്കെ, ഇനി അടുത്തത്
ഇവർക്ക് എന്ത് വേണം? ഇവർക്കും വാട്ടർ വേണം ഫെർട്ടിലൈസേഷന് വേണ്ടിയിട്ട്. ബിക്കോസ് ഇവരുടെ ആന്ത്രോസോയിഡ് അതായത് സ്പേം എന്ന് പറയുന്നത് ബൈഫ്ലജലേറ്റ് ആണ്. 2 ഫ്ലജല്ല ഉണ്ട് ഇവർക്ക്. മനസ്സിലായോ? യെസ്. ഇവരിൽ സീഡുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അതുപോലെ റിപ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്പോർ വഴിയാണ്. ഇവരുടെ ബോഡിയിൽ ഗ്യാമറ്റോഫൈറ്റ് എന്ന് പറയുന്നത് പ്രോതാലസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. അതൊരു ഹാർട്ട് ഷേപ്പിൽ ഇതുപോലെ ഇരിക്കുന്ന ഒരു സ്ട്രക്ചറാണ് പ്രോതാലസ് എന്ന് പറയുന്നത്. ഓക്കെ. ഈ പ്രോതാലസ് എന്ന് പറയുന്ന കണ്ടീഷൻ ഫോട്ടോസിന്തറ്റിക്കിന് ഹെൽപ്ഫുൾ ആണ്. ഫോട്ടോസിന്തറ്റിക് ആണ്, അവർ ഇൻഡിപെൻഡന്റും ആണ്. ഓർത്തിരിക്കുക. ഇനി ഈ ടെറിഡോഫൈറ്റ്സ് തന്നെ പലതരത്തിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. സീലോപ്സിഡ, ലൈക്കോപ്സിഡ, സിനോപ്സിഡ, ടെറോപ്സിഡ. സീലോപ്സിഡ എന്ന് പറയുകയാണെങ്കിൽ എക്സാമ്പിൾ സീലോട്ടം വരും. ലൈക്കോപ്സിഡയ്ക്ക് ലൈക്കോപോഡിയം സെലാജിനല്ലയും വരും. സീനോപ്സിഡയ്ക്ക് ആര് വരും? എക്യുസിറ്റം. അതായത് ഗോൾഡ് ഇൻഡിക്കേറ്റർ എന്നാണ് എക്യുസിറ്റ അറിയപ്പെടുക കേട്ടോ. ഗോൾഡ് ഇൻഡിക്കേറ്റർ എന്നാണ് ആരറിയപ്പെടുക? എക്യുസിറ്റ അറിയപ്പെടുക. ഓർത്തിരിക്കുക. ടിറോപ്സിഡ എന്ന് പറഞ്ഞാൽ ടെറിസ്, അഡിയാൻഡം, ഡ്രയോപ്ടെറിസ് ഒക്കെയാണ് അതിൽ എക്സാമ്പിൾ വരിക. ഇനി ഇവരുടെ ഒരു കണ്ടീഷനാണ് ഹെറ്ററോസ്പോറി എന്ന് പറയുന്നത്. ഹെറ്ററോസ്പോറി എന്ന് പറയുകയാണെങ്കിൽ ഇവർ സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ 2 ടൈപ്പിലാണ് പ്രൊഡ്യൂസ് ചെയ്യുക. മൈക്രോസ്പോറും മെഗാസ്പോറും. മൈക്രോ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം മെയിലിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ചെറിയ സ്പോറുകൾ മൈക്രോസ്പോർ. മെഗാ എന്ന് പറയുമ്പോൾ ഫീമെയിലിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. സോ സ്പോർ ഫീമെയിലും മെയിലും സെപ്പറേറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അത് കാണാൻ ഒരുപോലെ ആയിരിക്കില്ല. അതുകൊണ്ടാണ് അതിന് ഹെറ്ററോസ്പോറി എന്ന ഒരു കണ്ടീഷനെ വിളിക്കുക. സെലാജിനയിലും നമുക്ക് മെയിനായിട്ട് സെലാജിനയിലും സാൽവിനിയയിലേക്കും ഈ ഹെറ്ററോസ്പോറി കണ്ടീഷൻ കാണാൻ പറ്റും. ഓക്കെ വാ മക്കളെ. യെസ്. ഇവരിൽ നിന്നാണ് സീഡ് പതിയെ ഡെവലപ്പ് ചെയ്ത് വരാൻ തുടങ്ങുന്നത് നെക്സ്റ്റിലേക്ക്. അപ്പോൾ സീഡ് ഡെവലപ്പ് ചെയ്ത് വരുന്ന അടുത്ത ഒരു സ്റ്റേജാണ് ജിംനോസ്പെർം എന്ന് പറയുന്നത്. നമ്മുടെ ഫെനറോഗാമസ് ഗ്രൂപ്പിൽ പെടുന്നവരാണ് ജിംനോസ്പെർം. ഇവരെ സീഡ് കാണിക്കുന്നുണ്ട്. സീഡ് നേക്കഡ് ആണ്. ബിക്കോസ് നമുക്ക് ഇതിനെ തുറന്ന് കാണാൻ പറ്റും. ഫ്രൂട്ട് വോൾ കൊണ്ട് എൻക്ലോസ് ചെയ്തിട്ടില്ല സീഡ് എന്ന് പറയുന്നത്. ഇവരും സ്പോറോഫൈറ്റിക് ആണ്. ഇവരുടെ പ്ലാന്റ് ബോഡി സ്പോറോഫൈറ്റിക് എന്ന് പറയുമ്പോൾ 2 ഇൻ നേച്ചർ ആണ്, ഡിപ്ലോയിഡ് ഇൻ നേച്ചർ ആണ്. ഇവരുടെ ലീവ്സ് എന്ന് പറയുന്നത് പോലെ നീഡിൽ ലൈക്ക് ലീവ്സ് ആയിരിക്കും മെയിൻലി ഇവരുടെ ലീവ്സ് എന്ന് പറയുന്നത്. അത് ഓർത്തിരിക്കുക. നമ്മുടെ പൈനസ്, സൈക്കസ് ഒക്കെ ഓർത്തിരിക്കുക. ഓക്കെ. സ്കെയിൽ ലൈക്ക് ഉണ്ട്. സീറോഫൈറ്റിക് അഡാപ്റ്റേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇവർക്ക് ഏത് വറ്റി വരേണ്ട കണ്ടീഷനിലും വളർന്നു വരാൻ പറ്റും. ഇനി ഇവരുടെ റൂട്ട്സ് എന്ന് പറയുന്നത് ടാപ്പ് റൂട്ട് സിസ്റ്റം ആണ്. ടാപ്പ് റൂട്ട് നിങ്ങൾക്ക് അറിയാലോ മക്കളെ, ഇതുപോലൊരു ലെങ്തി ആയിട്ടുള്ള പ്രൈമറി റൂട്ട് ഉണ്ടാവും. പ്രൈമറി റൂട്ട് നമ്മുടെ റാഡിക്കളിൽ നിന്നാണ് ഫോം ചെയ്തിട്ടുള്ളത്. അവിടെ നിന്ന് ഇതുപോലെ സെക്കൻഡറി റൂട്ട്സ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡറി റൂട്ട്സിൽ നിന്ന് ടേഴ്ഷറി റൂട്ട്സ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ വാ. യെസ്. സോ ഇതാണത് പ്രൈമറി റൂട്ട് എന്ന് പറയുന്നത്. ഇത് ഇതിന്റെ സെക്കൻഡറി റൂട്ട് എന്ന് പറയുന്നത്. ഇതിന്റെ ടേഴ്ഷറി റൂട്ട് എന്ന് പറയുന്നത്. സോ ഇതാണ് ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക. ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത് ഓർത്തിരിക്കുക. യെസ്. ഇനി ഇവർ ചില സമയത്ത് ഈ ജിംനോസ്പെമിന്റെ റൂട്ട്സ് പൈനസ് ആയിട്ട് ഒരു അസോസിയേഷനിൽ, അതായത് പൈനസ് ജിംനോസ്പെമിന്റെ റൂട്ട് ചില ഒരു സിംബയോട്ടിക് അസോസിയേഷന് പോകും. അതിന് നമുക്ക് മൈക്കോറൈസ എന്ന് പറയാം. ഓക്കെ. അതുപോലെ സൈക്കസ് സൈനോ ബാക്ടീരിയ ആയിട്ട് ഒരു അസോസിയേഷന് പോകും. അതിനെ നമുക്ക് ആ ഒരു മ്യൂച്വൽ ബെനിഫിഷ്യൽ അസോസിയേഷൻ ഉണ്ടെന്ന് പറയാം. നെക്സ്റ്റ് ഇവരുടെ വെസ്കുലർ ടിഷ്യൂ എന്ന് പറയുന്നത് ഭയങ്കര ഡെവലപ്ഡ് ആയിട്ടുള്ള വെസ്കുലർ ടിഷ്യൂ ആണ്. ഇവർക്ക് പക്ഷേ കുറച്ച് വ്യത്യാസം വരുന്നത് എന്താണെന്ന് വെക്കുകയാണെങ്കിൽ ഇവരുടെ സൈലത്തിൽ വെസൽസ് ഇല്ല. അതുപോലെ ഫ്ലോയത്തിൽ കമ്പാനിയൻ സെൽസും ഇല്ല. അതൊന്നും ഓർത്തിരിക്കാം. ഇനി ഇവരുടെ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഹെട്രോസ്പോറസ് കണ്ടീഷൻ തന്നെയാണ്. മൈക്രോസ്പോർ മെയിലിന് വേണ്ടിയിട്ട്, മെഗാസ്പോർ ഫീമെയിലിന് വേണ്ടിയിട്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ. അതുപോലെ മെയിലും ഫീമെയിലും കോണുകൾ ഇവരുടെ ബോഡിയിൽ ഫോം ചെയ്യാറുണ്ട്. ഇവരുടെ പോളിനേഷൻ എന്ന് പറയുന്നത് വിൻഡ് ത്രൂ ആണ്. അതുകൊണ്ട് നമ്മൾ അതിനെ അനിമോഫിലസ് എന്നാണ് വിളിക്കുക. ഇവരുടെ ഫെർട്ടിലൈസേഷന് വാട്ടർ വേണ്ട. അത് ഓർത്തിരിക്കുക. ഇവരുടെ എൻഡോസ്പേം എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് ആയിരിക്കും മക്കളെ. അതും ഓർത്തിരിക്കുക. എൻഡോസ്പേം ഫെർട്ടിലൈസേഷന് മുന്നേ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. യെസ്. ഇനി ആൻജിയോസ്പേമിന്റെ കഥ പറയുകയാണെങ്കിൽ ആൻജിയോസ്പേം എന്ന് പറയുന്നത് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്. ഇവരാണ് മോസ്റ്റ് ഇവോൾഡും ഡോമിനന്റും ആയിട്ടുള്ള ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇവരുടെ സീഡ് ഇതുപോലെ ഒരു ഫ്രൂട്ട് വോളിന്റെ ഉള്ളിൽ എൻക്ലോസ്ഡ് ആയിരിക്കും. ഇപ്പൊ സപ്പോസ് ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ മാങ്ങയുടെ കാര്യം പറയുകയാണെങ്കിൽ നോക്കിക്കേ. മാങ്ങയുടെ സീഡ് ഇത്ര ചെറുതായി പോയല്ലേ. ഓക്കെ. മാങ്ങയുടെ കാര്യം പറയുകയാണെങ്കിൽ നോക്കിക്കേ. ഇത് അതിന്റെ ഫ്രൂട്ട് ആണ് അല്ലേ. അതായത് അതിന്റെ ഫ്രൂട്ട് വോളാണ് ഈ കാണുന്നത്. ഫ്രൂട്ട് വോളാണ് ഈ കാണുന്നത്. ഈ ഫ്രൂട്ട് വോള് ഇത് എൻഡോകാർപ്പോരും അതിന്റെ ഉള്ളിലാണ് അതിന്റെ സീഡ് വരുന്നത്. സോ ഇതെന്ന് പറയുന്നത് ആൻജിയോസ്പേം ആണ്. ഫ്ലവറിംഗ് പ്ലാന്റിന്റെ ഫ്രൂട്ട് സീഡ് ഒക്കെ ഇങ്ങനെ വരും. ഇനി ഫ്ലവേഴ്സ് ആണ് ഇവരുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറയുന്നത്. മെയിലും ഫീമെയിലും റീപ്രൊഡക്റ്റീവ് ഓർഗൻ ചില സമയത്ത് ഒരു ഫ്ലവറിൽ തന്നെ കാണും. അങ്ങനെയാണെങ്കിൽ ആ ഫ്ലവറിനെ നമുക്ക് ബൈസെക്ഷൽ എന്നൊക്കെ വിളിക്കാൻ പറ്റും. അതല്ല രണ്ടെണ്ണത്തിലാണെങ്കിൽ നമുക്ക് യൂണിസെക്ഷൽ എന്ന് വിളിക്കാൻ പറ്റും. ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ് ഇവരുടെ ബോഡിയിൽ നടക്കുക. ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുമ്പോൾ സിങ്കമി എന്ന് പറയുന്നത്, അതായത് നിങ്ങൾക്ക് അറിയാം ഈ പ്ലാന്റ്സിന്റെ കേസിൽ പോളൻ ഗ്രെയിനിൽ 2 മെയിൽ ഗ്യാമേറ്റ് ആണ് ഉണ്ടാവുന്നത്. ആ 2 മെയിൽ ഗ്യാമേറ്റിൽ ഒരെണ്ണം എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യും. അതിനെ നമുക്ക് സിങ്കമി എന്ന് പറയാം. ഒരു മെയിൽ ഗ്യാമേറ്റ് പോയിട്ട് നമ്മുടെ പോളാർ ന്യൂക്ലിയ എംബ്രിയോ സാക്കിന്റെ ഉള്ളിലുള്ള പോളാർ ന്യൂക്ലിയായിട്ട് ഫ്യൂസ് ചെയ്യും. അത് ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് പറയും. ഓക്കെ. ഈ 2 ഫ്യൂഷനും നടക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ എന്തെന്നാ പറയുക? ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്നാണ് ആൻജിയോസ്പെർമിൽ ഫെർട്ടിലൈസേഷൻ വിളിക്കുക. ഇവരുടെ സ്ട്രക്ചർ പറയുകയാണെങ്കിൽ മെയിൽ റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ എന്ന് പറയുന്നത് സ്റ്റെയ്മൻ ആണ്. നമ്മൾ സ്റ്റെയ്മനെ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ വളരെ ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും. ഇങ്ങനെയാണ് നമുക്ക് സ്റ്റെയ്മനെ വരയ്ക്കുക. യെസ്. ഇങ്ങനെ സ്റ്റേമൻ വരയ്ക്കാൻ പറ്റും. ഇത് അതിന്റെ ഫിലമെന്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ ആണ്.
ഇനി ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ ഇതിന്റെ ആന്തർ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറാണ്. ഫിലമെന്റ് സ്റ്റെറൈലാണ്, ആന്തർ ഫെർട്ടൈലാണ്. അവിടെയാണ് പോളൻ ഗ്രെയിൻസ് ഉണ്ടാകുന്നത്. ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ കാർപ്പൽ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. കാർപ്പൽ എന്ന് പറയുമ്പം അതിന് ഇതുപോലെ ഒരു സ്ട്രക്ചറാണ് വരുന്നത്. ഈ ഒരു പോർഷൻ റഫ് ഫിഗർ ആണ് കേട്ടോ, ഞാൻ എക്സാക്ട് ഫിഗർ അല്ല വരയ്ക്കുക, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. സോ ഇതിന്റെ സ്റ്റിഗ്മ എന്ന് പറയുന്ന പോർഷനാണ് സ്റ്റിഗ്മ. ഇതിന്റെ സ്റ്റൈൽ എന്ന് പറയുന്ന പോർഷനാണ്. ഇതിന്റെ ഓവറി പാർട്ടാണ്. സോ ഇത്രയും പാർട്സ് ആണ് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻ ഉള്ളത്. യെസ്, ഇനി ഫെർട്ടിലൈസേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ പോളൻ ജെർമിനേറ്റ് ചെയ്ത് പോളൻ ട്യൂബ് ഫോം ചെയ്യും. അതായത് ഈ പറയുന്ന ആന്ത്രിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന പോളൻ ഗ്രെയിൻ നേരെ വന്നിട്ട് ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്യും. ഇവിടെ വന്ന് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിരിക്കും. അവിടെ നിന്ന് പോളൻ ട്യൂബ് ഫോം ചെയ്ത് ഇങ്ങനെ വന്ന് അത് ഈ പറയുന്ന ഓവറിയുടെ ഉള്ളിലെ ഒവ്യൂളിന്റെ ഉള്ളിലെ എംബ്രിയോ സാക്കിലേക്ക് വന്ന് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യാൻ നോക്കും. ഓക്കെ മക്കളെ, യെസ്. സോ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ വൺ മെയിൽ ഗാമേറ്റും ഒരു എഗ്ഗും കൂടി ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഫോം ചെയ്യും. അത് 2n കണ്ടീഷനാണ്. ഒരു മെയിൽ ഗാമേറ്റും നമ്മുടെ പോളാർ ന്യൂക്ലിയൈ എന്ന് പറയുന്നതും കൂടി ഫ്യൂസ് ചെയ്തിട്ട് എൻഡോസ്പേം ഫോം ചെയ്യും. അത് 3n കണ്ടീഷനാണ്, ട്രിപ്ലോയിഡ് ആണ്. യെസ്. ഇനി ഈ ഒവ്യൂള് ഫെർട്ടിലൈസേഷന് ശേഷം അത് സീഡായിട്ട് കൺവേർട്ട് ചെയ്യും. ഓവറി എന്ന് പറയുന്നത് ഫ്രൂട്ടായിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ അല്ലേ മക്കളെ? ഇനി നമുക്ക് നോക്കാനുള്ളത് ആൻജിയോസ്പേം 2 തരത്തിലാണുള്ളത്, മോണോകോട്ടും ഡൈക്കോട്ടും. മോണോകോട്ട് ആൻഡ് ഡൈക്കോട്ട് എന്ന് പറയുന്നത് അതിൽ കോട്ടിലിഡന്റെ നമ്പർ വെച്ചിട്ടാണ്. കോട്ടിലിഡൻ എന്ന് പറയുമ്പോൾ ഒരു നറിഷിംഗ് സ്ട്രക്ചറാണ് മെയിൻലി വരെ, എംബ്രിയോയിലുള്ള ഒരു സ്ട്രക്ചറാണെന്ന് പറയുന്നത്. 1 കോട്ടിലിഡൻ ആണ് അതിനുള്ളെങ്കിൽ നമുക്ക് മോണോകോട്ട് എന്ന് പറയാം. ഈ മോണോകോട്ട്സ് മെയിൻലി പാരലൽ വീനേഷൻ ആണ് കാണിക്കുക. അതായത് ഒരു ലീഫ് എന്ന് പറയുന്നതിന്റെ വെയിനും വെയിലെറ്റ്സും ഇതുപോലെ ഇങ്ങനെ പാരലൽ ആയിട്ടായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ പാരലൽ ആയിട്ടായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. സോ അതിനാണ് നമ്മൾ പാരലൽ വീനേഷൻ എന്ന് പറയുക. വസ്കുലർ ബണ്ടിൽസ് സ്കാറ്റേർഡ് ആയിട്ടാണ് കിടക്കുക. ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ആണ്. അതായത് റൂട്ട് സിസ്റ്റം ഇതുപോലെ നെറ്റ്വർക്ക് പോലെ സ്റ്റെമ്മിന്റെ അടിയിൽ നിന്ന് ഇങ്ങനെയായിരിക്കും റൂട്ട് ഫോം ചെയ്തിട്ടുണ്ടാവും. പ്രൈമറി റൂട്ട് ആദ്യം ഡെവലപ്പ് ചെയ്തത് ഇവർക്ക് കുറച്ച് കഴിയുമ്പോൾ അത് റീപ്ലേസ് ചെയ്ത് ഇതുപോലുള്ള റൂട്ടായിട്ട് ഫോം ചെയ്യും. ഓക്കെ, ഇതാണ് പ്ലാന്റ് എന്ന് പറയുന്നത്, ഓർത്തിരിക്കുക. യെസ്, മനസ്സിലായോ? ഇനി ഡൈക്കോട്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു കോട്ടിലിഡന് പകരം ഇവിടെ 2 കോട്ടിലിഡനാണുള്ളത്. റെറ്റിക്കുലേറ്റ് വീനേഷൻ ആണ്. റെറ്റിക്കുലേറ്റ് വീനേഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു ലീഫ് ഇതുപോലെ വരയ്ക്കുകയാണെങ്കിൽ അതിന്റെ വീനേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ 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 ഒരു നെറ്റ്വർക്ക് പോലെ കാണുന്ന വീനേഷൻ ആണെങ്കിൽ നമുക്കതിനെ റെറ്റിക്കുലേറ്റ് വീനേഷൻ എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി ഇവരുടെ വസ്കുലർ ബണ്ടിൽ റിങ്സിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ടാപ്പ് റൂട്ട് സിസ്റ്റം ആണ് ഇവരിൽ മെയിനിലുള്ളത്. ഇനി ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് പറയുന്ന ഒരു പരിപാടി ഇവർ കാണിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെക്കുകയാണെങ്കിൽ നമ്മൾ ഇവരുടെ ലൈഫ് സൈക്കിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ പ്ലാന്റ്സ് മെയിൻലി ഇവോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ ഓൾട്ടർനേഷൻ 2 ഫേസസ് തമ്മിലുള്ള ഓൾട്ടർനേഷൻ വഴിയാണ്. അതായത് ഹാപ്ലോയിഡ് ഗാമറ്റോഫൈറ്റിക് ഫേസ് ഉണ്ട് ഒരു പ്ലാന്റിന്, ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റിക് ഫേസ് ഉണ്ട്. ഹാപ്ലോയിഡ് ഗാമറ്റോഫൈറ്റിക് ഫേസ് എന്ന് പറയുമ്പോൾ ഇവർ മെയിൻലി ഗ്യാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ അല്ലേ മക്കളെ? ഗ്യാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ദ മെയിൽ ആൻഡ് ഇപ്പോൾ ഒരു ഗാമറ്റോഫൈറ്റിനെ നമ്മൾ എടുക്കുകയാണ്. ഗാമറ്റോഫൈറ്റ് എന്ന് പറയുമ്പോൾ എന്താ? ഗ്യാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള പ്ലാന്റിന്റെ ബോഡീനെയാണ് ഗാമറ്റോഫൈറ്റ് എന്ന് പറയുക. ഇവർ മെയിലും പ്രൊഡ്യൂസ് ചെയ്യും, അതുപോലെ തന്നെ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യും. ഇത് രണ്ടും കൂടി ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഫോം ചെയ്യും. ഓക്കെ അല്ലേ മക്കളെ? ഈ സൈഗോട്ട് ലേറ്റർ ഡെവലപ്പ് ചെയ്ത് എംബ്രിയോ ആവും. ആ എംബ്രിയോ പിന്നീട് ഡെവലപ്പ് ചെയ്ത് എന്താവും? ആ അഡൾട്ട് ഓർഗാനിസം ആവും. ആ അഡൾട്ട് അല്ലെങ്കിൽ സ്പോറോഫൈറ്റ് എന്ന് പറയാം നമുക്കതിനെ. എംബ്രിയോ എന്ന് പറയുന്നത് 2n കണ്ടീഷനാണ്. ഒരു മിനിറ്റ്, ടീച്ചർ കളർ മാറ്റി കൊടുക്കാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. സോ ഇവിടെ മെയില് എൻ ആണ്, ഇതും എൻ തന്നെയാണ്, ഹാപ്ലോയിഡ് ആണ്. യെസ്, ഇവരെ ഫോം ചെയ്ത് ഫ്യൂസ് ചെയ്ത് ഇവിടെ ഡിപ്ലോയിഡ് സൈഗോട്ട് ഫോം ചെയ്യും, ഡിപ്ലോയിഡ് എംബ്രിയോ ഫോം ചെയ്യും. ഡിപ്ലോയിഡ് എംബ്രിയോ ആണ് പിന്നെ ഡെവലപ്പ് ചെയ്ത് സ്പോറോഫൈറ്റ് എന്ന് പറയുന്ന ആ പ്ലാന്റ് ബോഡിയായിട്ട് മാറുന്നത്. സ്പോറോഫൈറ്റ് എന്ന് പറയുന്ന പ്ലാന്റ് ബോഡിയായിട്ട് മാറുന്നത് അതെന്ന് പറയുന്നത് 2n കണ്ടീഷനാണ് മക്കളെ. സോ ഈ 2n കണ്ടീഷൻ ആയിട്ടുള്ള സ്പോറോഫൈറ്റ് പിന്നീട് എന്ത് ചെയ്യുന്ന അറിയാമോ? സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യും. സ്പോർ മിയോസിസ് പ്രോസസ്സ് വഴിയാണ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ 4 സ്പോറെങ്കിലും അറ്റ്ലീസ്റ്റ് ഉണ്ടാവും. ആ സ്പോർ എല്ലാം ഹാപ്ലോയിഡ് ഇൻ നേച്ചറാണ്. എഗെയിൻ ഈ സ്പോർ ഡെവലപ്പ് ചെയ്ത് എന്തായിട്ട് മാറും? ഗ്യാമറ്റോഫൈറ്റ് ആയിട്ട് മാറും. ഇതാണ് ഇവരുടെ ലൈഫ് സൈക്കിൾ വരിക. സോ ആൻജിയോസ്പേംസിന്റെ മെയിൻലി ലൈഫ് സൈക്കിൾ വരുന്നത് ഈ രീതിയിലാണ്. ലൈഫ് സൈക്കിൾ ഈ രീതിയിൽ വരും. സോ ഇതിനെയാണ് നമ്മൾ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് പറയുക. നിങ്ങൾ നോക്കുകയാണെങ്കിൽ വളരെ ക്ലിയർ ആണത്. ഗ്യാമറ്റോഫൈറ്റ് എൻ ആയിട്ടുള്ളത് നേരെ വന്ന് എന്തായി? സ്പോറോഫൈറ്റ് ആയി മാറി. സ്പോറോഫൈറ്റിൽ നിന്ന് വീണ്ടും സ്പോർ ഉണ്ടായി, ഗ്യാമറ്റോഫൈറ്റ് ഉണ്ടായി, വീണ്ടും അത് സ്പോറോഫൈറ്റ് ആയി, അതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അതിനാണ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് പറയുക. സോ ആൽഗയിലും ബ്രയോഫൈറ്റിലും മെയിൻലി ഗ്യാമറ്റോഫൈറ്റിക് ബോഡിയാണ് നമ്മൾ കാണുന്നത്. ഒരു ഗ്യാമറ്റോഫൈറ്റ് ഡോമിനന്റ് ആണ്. ടെറിഡോഫൈറ്റിലും ജിംനോസ്പേമിലും ആൻജിയോസ്പേമിലും സ്പോറോഫൈറ്റ് ഡോമിനന്റ് ആയിട്ടാണ് കാണുക. സോ മക്കളെ, അപ്പോൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട്.